നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് 10th സ്റ്റാൻഡേർഡ് മാത്സിൻ്റെ സെക്കൻഡ് ചാപ്റ്ററായ സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൻ്റെ പേജ് നമ്പർ 56 കൊടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അതിലെ 6th ക്വസ്റ്റ്യൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതിൽ 2 ക്വസ്റ്റ്യൻ ഉണ്ട്. ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. ഇവിടെ 2 സർക്കിൾ, ഒരു വലിയ സർക്കിളും ഒരു ചെറിയ സർക്കിളും ഇന്റർസെക്റ്റ് ചെയ്തിട്ടുണ്ട് PQ എന്ന് പറഞ്ഞ പോയിന്റിൽ. ഇനി നമ്മൾ ഇതിൽ കൂടെ ലൈൻസ് വരച്ചിട്ട് അത് ABCDയിൽ മീറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ AC-യും BD-യും പാരലൽ ലൈൻസ് അല്ല. ഇനി ഈ AC-യും BD-യും ഈക്വൽ ലെങ്ത് ആണെങ്കിൽ ABDC ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററലാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അപ്പോൾ അതിനു വേണ്ടി ആദ്യം നമുക്ക് ഈ PQ എന്ന് പറഞ്ഞ ലൈൻസ് ജസ്റ്റ് നമുക്കൊന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നോക്കാം, ഇത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് ഇവിടെ കണ്ടോ, ഈ വലിയ സർക്കിളിൻ്റെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി? APQB എന്ന് കിട്ടി. അതുപോലെ ഈ ചെറിയ സർക്കിളിൻ്റെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് PQDC. ഇപ്പം ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമുക്ക് ഇവിടെ ആംഗിൾ B നമുക്ക് ഇവിടെ X ഡിഗ്രി ആയിട്ട് എടുക്കാം. ആംഗിൾ B is equal to X ഡിഗ്രി. ഇനി നമുക്ക് APQB നമ്മളൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പം അതിൻ്റെ പ്രത്യേകത എന്താണ്? അതിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസുകളുടെ സം എടുത്തു കഴിഞ്ഞാൽ 180 ഡിഗ്രി വരും. അപ്പോൾ ഇത് X ഡിഗ്രി ആണെങ്കിൽ ഈ ആംഗിൾ Pയും കൂടി കൂട്ടി കഴിഞ്ഞാൽ എത്ര വരണം? 180. അപ്പോൾ ഇത് എത്രയായിരിക്കണം? 180 മൈനസ് X അല്ലേ. അപ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുക? രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 180 കിട്ടുക. അപ്പോൾ ആംഗിൾ APQ പിയുടെ അവിടുത്തെ ആംഗിൾ 180 മൈനസ് X ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലായല്ലോ. അപ്പോൾ ഇത് 180 മൈനസ് X ആണെങ്കിൽ ഈ ഒരു സൈഡിലത്തെ ആംഗിൾ എത്രയായിരിക്കും? ആംഗിൾ QPC. ഈ QPC നോക്കിയാൽ അവിടെ ലീനിയർ പെയർ ആണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇത് 180 മൈനസ് X ആണെങ്കിൽ ലീനിയർ പെയർ ഇതുപോലെ തന്നെയാണ്. ആ 2 ആംഗിളും കൂടി കൂട്ടിക്കഴിഞ്ഞാൽ 180 വരണം. അപ്പോൾ ഇത് 180 മൈനസ് X ആണെങ്കിൽ ഇത് എത്ര വരും? ഇത് X ഡിഗ്രി എന്ന് വരും. അപ്പോൾ നമ്മളത് എന്തെന്ന് എഴുതണം? X ഡിഗ്രി. നമ്മൾ ഓരോന്നിൻ്റെയും കാരണം എഴുതണം കേട്ടോ, എന്തുകൊണ്ട് ഇത് ഇത്ര വന്നു എന്നുള്ളത്. അപ്പോൾ ഇതിന് നമുക്ക് ലീനിയർ പെയർ എന്ന് എഴുതാം. അതുപോലെ ഇവിടെ നിങ്ങൾ എഴുതണം അത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയതുകൊണ്ടാണെന്നുള്ളത്. ഇനി വീണ്ടും ഈ ചെറിയ സർക്കിളിൻ്റെ ഒരു ആംഗിളാണ് ആംഗിൾ P എന്ന് പറയുന്നത്, അല്ലെങ്കിൽ QPC എന്ന് പറയുന്നത്. അപ്പോൾ ഈ D എന്ന് പറഞ്ഞ ആംഗിൾ എത്ര വരും? ആംഗിൾ D is equal to അത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ് അല്ലേ. അപ്പോൾ നമ്മൾ റീസൺ ചെയ്ത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അതുകൊണ്ട് ഇത് X ഡിഗ്രി ആണെങ്കിൽ ഇത് എത്ര വരണം? 180 മൈനസ് X. അപ്പോഴാണ് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര വരിക? 180 വരിക. അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്ത് ഇവിടെ വരെ എത്തി. ഇത് നമുക്കിപ്പോൾ 180 മൈനസ് X ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ ആംഗിൾ B നമ്മൾ X ഡിഗ്രി എന്ന് എടുത്തു. ഇപ്പോൾ നമുക്ക് ആംഗിൾ D is equal to 180 മൈനസ് X ഡിഗ്രി എന്ന് കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഇത് രണ്ടും കൂടി ജസ്റ്റ് ആഡ് ചെയ്യാം. ആംഗിൾ B പ്ലസ് ആംഗിൾ D. അപ്പോൾ എത്ര കിട്ടും? ആംഗിൾ B X ഡിഗ്രി ആണ്. ആംഗിൾ D എന്ന് പറയുന്നത് 180 മൈനസ് X ഡിഗ്രിയാണ്. ഈ മൈനസ് Xും പ്ലസ് Xും ക്യാൻസൽ ആയിട്ട് നമുക്കവിടെ എന്ത് കിട്ടി? 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പം ഇത് രണ്ടും ഇങ്ങനെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആണല്ലോ. നമ്മൾ ഈ വലിയ ABCD എന്ന് പറഞ്ഞ ഈ ക്വാഡ്രിലേറ്റർ എടുക്കുമ്പോൾ Bയും Dയും അവിടെ അഡ്ജസ്റ്റൻ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ സമ്മ 180 ഡിഗ്രി കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? ഈ AB എന്ന് പറഞ്ഞ ലൈൻ പാരലൽ ടു CD. നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ലൈൻ 2 ലൈൻ പാരലൽ ആണെങ്കിൽ അവിടെ ഉണ്ടാക്കുന്ന ഇൻറ്റീരിയർ ആംഗിൾസ് ആണ് ഈ ആംഗിൾ Bയും ആംഗിൾ Dയും. അപ്പം അതിൻ്റെ സമ്മ 180 ആണെങ്കിൽ ആ 2 ലൈൻസ് എന്ത് ലൈൻസ് ആയിരിക്കും? പാരലൽ ലൈൻസ് ആയിരിക്കും. അപ്പോൾ അതാണ് നമ്മളവിടെ റീസൺ എഴുതുന്നത്. ദ ഇൻറ്റീരിയർ ആംഗിൾ സം ഓഫ് ദ ഇൻറ്റീരിയർ ആംഗിൾസ് ഈസ് ഈക്വൽ ടു 180. ദെയർഫോർ ദീസ് 2 ലൈൻസ് ആർ പാരലൽ ലൈൻസ്. ഇനി ഇത് പാരലൽ ലൈൻസ് കിട്ടി. അപ്പോൾ നമ്മുടെ ABDC എന്തായി മാറി? 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അതെന്താണ്? അത് ട്രപ്പിസിയം ആണ് അല്ലേ. ദെയർഫോർ ABDC ഈസ് എ ട്രപ്പിസിയം. അപ്പോൾ ഇതുവരെ നമുക്ക് കിട്ടി. ഇനി നമ്മൾ എന്ത് വേണം? ട്രപ്പിസിയം ആണെന്ന് കിട്ടി. അതിൽ ഓൾറെഡി നമുക്ക് അവരൊരു കാര്യം തന്നിട്ടുണ്ട്. ദീസ് ലൈൻസ് ആർ ഓഫ് ഈക്വൽ ലെങ്ത്. അതായത് ഓൾറെഡി നമുക്ക് തന്നതാണ് AC-യും BD-യും പാരലൽ അല്ലെങ്കിലും അത് ഈക്വൽ ആണ് ഓൾറെഡി നമുക്ക് തന്നിട്ടുണ്ട്. ഗിവൺ നമുക്ക് തന്നിട്ടുള്ള റിസൾട്ടാണ് AC is equal to BD. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ഇത് എന്ത് ടൈപ്പ് ട്രപ്പിസിയാണ്? ദെയർഫോർ ഇറ്റ് ഈസ് എ ഐസോസിലസ് ട്രപ്പിസിയം അല്ലേ. അതിൻ്റെ 2 സൈഡ് അവിടെ ഈക്വൽ ആണ്. അതുകൊണ്ട് ഇതൊരു ഐസോസിലസ് ട്രപ്പിസിയമാണ്. അപ്പോൾ ഐസോസിലസ് ട്രപ്പിസിയം ആണെങ്കിൽ എന്താണ്? ഈ ആംഗിൾ
എ ബിയുടെ അവിടെ എക്സ് കിട്ടിയില്ലേ, അപ്പൊ ഈ എയുടെ അവിടുത്തെ ആംഗിൾ, അതായത് ആംഗിൾ ബി എ പി, ബി എ സി നമുക്ക് വലുതായിട്ട് തന്നെ എടുക്കാം. എ ബി ഡി സി ആണല്ലോ നമ്മൾ നോക്കണത്. ആംഗിൾ ബി എക്സ് ഡിഗ്രി ആണെങ്കിൽ ആംഗിൾ എയും എന്ത് തന്നെയായിരിക്കും, എക്സ് ഡിഗ്രി ആയിരിക്കും. ദെർഫോർ ആംഗിൾ എ ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. കാരണം അതെന്താണ്, അതൊരു ഐസോസിലസ് ട്രപ്പിസിയാണ്. രണ്ട് ലൈൻ ഈക്വൽ ആണ്, ഈ രണ്ട് ലൈൻ അവിടെ പാരലലും ആണ്. അപ്പോൾ അത് അവിടെ എക്സ് ഡിഗ്രി കിട്ടി. അപ്പോൾ നോക്കിയേ, ആംഗിൾ എ എക്സ് ഡിഗ്രി, ആംഗിൾ ഡി 180 മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ ആംഗിൾ എ പ്ലസ് ആംഗിൾ ഡി, അതാണ് നമുക്ക് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിട്ട് വരുന്നത്. ഒന്ന് എക്സും മറ്റേത് 180 മൈനസ് എക്സും. അപ്പോൾ എക്സും എക്സും ക്യാൻസൽ ആയിട്ട് നമുക്ക് എന്ത് കിട്ടി, 180 ഡിഗ്രി എന്ന് കിട്ടി. അപ്പോൾ നോക്കിയേ, എ ബി ഡി സി എന്ന് പറയുന്ന ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് ആംഗിൾ എയും ആംഗിൾ ഡിയും. അതിൻ്റെ സമ്മ നമുക്കിവിടെ എന്ത് കിട്ടി, 180 എന്ന് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, ദെർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ അല്ലേ. സൈക്ലിക്കിന് നമുക്ക് വേണ്ടിയിട്ട് അതാണ് പ്രൂവ് ചെയ്യേണ്ടത്. ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ എന്തായിരിക്കണം, 180 ആയിരിക്കണം. അപ്പോൾ നമുക്കത് കിട്ടി. അപ്പോൾ അത് പ്രൂവ് ചെയ്താൽ മതി. അപ്പോൾ ഇറ്റ് ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ എന്ന് നമ്മൾ ഇതിവിടെ പ്രൂവ് ചെയ്തു. ഇനി നമുക്ക് ഇതിലത്തെ തന്നെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. രണ്ടാമത്തെ ക്വസ്റ്റ്യന് നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യൻ പോലെ തന്നെയാണ്, പക്ഷെ ഇവിടെ നമുക്ക് 3 സർക്കിൾസുകൾ ഉണ്ട്. കണ്ടോ, 3 സർക്കിളാണ് ഇന്റർസെക്ട് ചെയ്തിരിക്കുന്നത്. പി ക്യു ആർ എസ് എന്ന് പറയുന്ന 4 പോയിന്റില്. പിന്നെ അതിൽ നിന്ന് നമ്മളിങ്ങനെ ലൈൻസ് വരച്ചിട്ട് അവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. എ ബി സി ഡിയിൽ ഇവിടെ മീറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഈ എ ബി ഡി സി ഒരു സൈക്ലിക് ക്വാഡ്രിലേറ്ററിലാണെന്ന് പ്രൂവ് ചെയ്യണം. ഇവിടെ പ്രത്യേകിച്ച് ലെങ്ത് ഈക്വൽ ആണെന്ന് അങ്ങനെയൊന്നും തന്നിട്ടില്ല, പക്ഷെ ഇത് നമുക്ക് മറ്റേതിനേക്കാൾ കുറച്ചും കൂടി ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ ആംഗിൾ ബി നമുക്ക് ഇവിടെ എക്സ് ഡിഗ്രി ആയിട്ട് തുടങ്ങാം. അതിന് മുമ്പ് നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കാം. നമ്മുടെ പി ക്യു ജോയിൻ ചെയ്ത് കൊടുക്കാം, അതുപോലെ ആർ എസും ജോയിൻ ചെയ്ത് കൊടുക്കാം. അത് ജോയിൻ ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവൂലേ, എ പി ക്യു ബി നമ്മുടെ ഈ വലിയ സർക്കിളിന്റെ ക്വാഡ്രിലേറ്റർ, സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിട്ട് വരും. അതുപോലെ പി ക്യു എസ് ആർ ഈ ചെറിയ മിഡിൽ സർക്കിളിന്റെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അതുപോലെ ആർ സി ഡി എസ് ഇത് ഈ ഒരു ചെറിയ സർക്കിളിന്റെ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. അതിനാണ് നമ്മൾ ജസ്റ്റ് ജോയിൻ ചെയ്ത് കൊടുക്കണം. ഇനി നമ്മളിവിടെ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി എന്ന് പറഞ്ഞിട്ട് എടുത്തു. നമ്മൾ മറ്റേത് പ്രൂവ് ചെയ്ത പോലെ തന്നെ പോവാണ് കേട്ടോ. അപ്പൊ ആംഗിൾ ബി എക്സ് ഡിഗ്രി ആണെങ്കിൽ നമ്മുടെ ഇത് എന്ത് വരും, 180 മൈനസ് എക്സ് അല്ലെ. എ പി ക്യു ഇത് 180 മൈനസ് എക്സ്. ആംഗിൾ എ പി ക്യു ഇസ് ഈക്വൽ ടു 180 മൈനസ് എക്സ് ഡിഗ്രി. അതിന്റെ റീസൺ അറിയാലോ, അതെന്താണ്, എ പി ക്യു ബി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. ദെർഫോർ ആ പ്രോപ്പർട്ടി എഴുതണം. സം ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് ഓഫ് എ സൈക്ലിക് ക്വാഡ്രിലേറ്റർ ഇസ് ഈക്വൽ ടു 180 ഡിഗ്രി. അപ്പോൾ അത് റീസൺ എഴുതി. ഇനി നമ്മുടെ ഇവിടെ ആംഗിൾ ക്യു പി ആർ, ആംഗിൾ ക്യു പി ആർ എത്ര വരും, നമ്മുടെ ലീനിയർ പെയർ ആണ് അല്ലേ. അപ്പോൾ അതും അതുപോലെ തന്നെ രണ്ടും കൂടെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 180 കിട്ടണം. അപ്പോൾ അവിടെ നമ്മൾ ലീനിയർ പെയർ, ആ റീസൺ എഴുതുക, ലീനിയർ പെയർ. ഇനി വീണ്ടും ഇതുപോലെ തന്നെ ഇങ്ങോട്ട് വരിക, ആംഗിൾ ക്യു എസ് ആർ, ആംഗിൾ ക്യു എസ് ആർ. വീണ്ടും നമ്മുടെ ക്യു പി ആർ എസ് എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്. ഇതുപോലെ സം ഓഫ് ദ ആംഗിൾസ് ഓഫ് ദ ഓപ്പോസിറ്റ് ആംഗിൾസ് 180 ആണ്. അപ്പോൾ ഇത് എക്സ് ആണെങ്കിൽ ഇത് 180 മൈനസ് എക്സ്. സെയിം അതേപോലെ തന്നെ നമ്മൾ പോണത്. അപ്പോൾ ഇത് നമുക്കിവിടെ 180 മൈനസ് എക്സ് എന്ന് കിട്ടി. റീസൺ നമ്മൾ എഴുതുക, സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ. വീണ്ടും തിരിച്ച് നമ്മുടെ ആർ എസ് ഡി, ആംഗിൾ ആർ എസ് ഡി അത് എത്രയായിരിക്കും, അപ്പോൾ ലീനിയർ പെയർ എന്നുള്ള റീസൺ, അതായത് എക്സ് ഡിഗ്രി ആയിരിക്കും. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി, റീസൺ ലീനിയർ പെയർ. ഇനി നമ്മുടെ ആംഗിൾ സി കണ്ടോ, നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ആംഗിൾ സി എത്രയായിരിക്കും, നമ്മുടെ ആർ സി ഡി അല്ലെങ്കിൽ എസ് ആർ സി ഡി എന്ന് പറയുന്നത് സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയതുകൊണ്ട് എസും സിയും ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അതിൻ്റെ സമ്മ് 180 വരണം. അപ്പോൾ ഇത് എക്സ് ഡിഗ്രി ആയതുകൊണ്ട് മറ്റേത് എന്താണ്, 180 മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ റീസൺ നമ്മൾ ആ സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ റീസൺ എഴുതുക. അപ്പോൾ നമ്മൾ ആംഗിൾ ബിയിൽ സ്റ്റാർട്ട് ചെയ്തിട്ട് ആംഗിൾ സി വരെ എത്തി. ഇനി ആംഗിൾ ബിയും ആംഗിൾ സിയും നമ്മുടെ എ ബി ഡി സി എന്ന് പറയുന്ന സൈക്ലിക് ക്വാഡ്രിലേറ്ററിൻ്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് അല്ലേ. അപ്പോൾ അതിൽ ആംഗിൾ ബി നമുക്കിവിടെ എത്രയാണ്, എക്സ് ഡിഗ്രി ആണ്. അപ്പോൾ ആംഗിൾ സി നമുക്കിവിടെ എന്ത് കിട്ടി, 180 മൈനസ് എക്സ് ഡിഗ്രി. അപ്പോൾ വെറുതെ നമ്മളിത് ജസ്റ്റ് ഒന്ന് ആഡ് ചെയ്ത് നോക്കി നോക്കാം. ആംഗിൾ ബി പ്ലസ് ആംഗിൾ സി. ബി നമ്മൾ എക്സ് ഡിഗ്രി ആണ് എടുത്തത്, സി എന്ന് പറയുന്നത് നമ്മുടെ
180 മൈനസ് എക്സ് ഡിഗ്രിയാണ്. നമ്മുടെ മൈനസ് എക്സും പ്ലസ് എക്സും ക്യാൻസലായിട്ട് നമുക്ക് എന്ത് കിട്ടി? ഇതിൻ്റെ രണ്ടിൻ്റെയും സമ്മ് 180 ഡിഗ്രി എന്ന് കിട്ടി. 180 ഡിഗ്രി എന്ന് പറഞ്ഞ പിന്നെ നമുക്ക് എന്താണ് അതിൻ്റെ അർത്ഥം? ഓപ്പോസിറ്റ് ആംഗിൾസിൻ്റെ സമ്മ് 180 ഡിഗ്രി ആണെങ്കിൽ ആ എ ബി ഡി സി എന്ത് ക്വാഡ്രിലേറ്റർ ആയിരിക്കും? അതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആയിരിക്കും. ദെർഫോർ എ ബി ഡി സി ഈസ് എ സൈക്ലിക് ക്വാഡ്രിലേറ്ററൽ. അപ്പോൾ ഇതിൽ നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ പ്രൂവ് ചെയ്യാൻ പറ്റി. കുറച്ച് മുന്നത്തേലാണ് നമുക്ക് കുറച്ചും കൂടി എക്സ്ട്രാ സ്റ്റെപ്പ്, നമ്മൾ ട്രപ്പിസിയം ആണ്, ഐസോസിലസ് ട്രപ്പിസിയം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ പ്രൂവ് ചെയ്തത്. ഇതിൽ നമുക്ക് പിന്നെ അതിൻ്റെ ആവശ്യമൊന്നും വന്നില്ല. നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ഇതൊരു സൈക്ലിക് ക്വാഡ്രിലേറ്റർ ആണ്, നമുക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ കിട്ടി. അപ്പോൾ ഈ 2 ക്വസ്റ്റ്യൻസ് മനസ്സിലായല്ലോ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്